അല്ലെ? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരിക്കലും അബൂ ഉമാമ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ റസൂൽ ചോദിച്ചു, നിസ്കാരത്തിന്റെ സമയത്തല്ലോ. അപ്പൊ എന്താ ചോദിച്ചു? മാലി അറാക ജാലിസൻ ഫീ ഗൈരി വഖ്തി സ്വലാ, നിസ്കാരത്തിന്റെ സമയത്തല്ലാതെ അബൂ ഉമാമ നിങ്ങൾ എന്താ ഈ പള്ളിയിൽ ഇരിക്കുന്നത്? അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഹുമൂമുൻ ലസിമത്നി വദുയൂനി യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ വല്ലാതെ വിഷമം അലട്ടുന്നു പ്രവാചകരെ, കടബാധ്യത എന്നെ വല്ലാതെ പിടികൂടുന്നു പ്രവാചകരെ, വല്ലാത്ത ദുഃഖമുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അഫല ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതുഹു അദ്ഹബല്ലാഹു ഹമ്മക വഖലാ അൻക ദൈനക. ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചോ. ഈ പ്രാർത്ഥന എങ്ങാനും നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വിഷമം അല്ലാഹു പോയിപ്പിച്ചു തരും, നിന്റെ കടം അല്ലാഹു പരിഹരിച്ചു തരും. ഏതാ പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന എന്നുള്ളത്? സഹാബത്തിന് ഇതിന് കേട്ടപ്പോൾ റസൂലെ ഒന്ന് പറഞ്ഞിരുന്നാണ് ആഗ്രഹിച്ചത്. എന്നിട്ട് റസൂൽ പറയുന്നത്, ഇദാ ഖുൽത ഖുൽ ഇദാ അസ്ബഹത വ ഇദാ അംസൈത, പ്രഭാതത്തിനും പ്രദോഷത്തിനും നീ പ്രാർത്ഥന ചൊല്ലിക്കോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വഅഊദു ബിക മിനൽ അജ്സി വൽ കസലി വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ ഗലബതി ദൈനി വകഹരി റിജാൽ. നമ്മുടെയൊക്കെ മൊബൈലുകളിൽ ആപ്പുകളിലും മറ്റുമൊക്കെയുള്ള വളരെ നമ്മൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥന അല്ലേ? ദുഃഖത്തിൽ നിന്ന്, അല്ലേ, ഭീരുത്വത്തിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന്, പല പിശുക്കിൽ നിന്ന്, പഠിച്ചോനെ കടബാധ്യത കുമിഞ്ഞുകൂടുന്നതിൽ നിന്ന് റബ്ബേ കാവല് തേടുന്നു എന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ അർത്ഥം. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മൾ ഇനി കടൊന്നുമില്ല എന്നുള്ളവരാണെങ്കിലും നമ്മുടെയൊക്കെ ദിനേനയുള്ള പ്രാർത്ഥനകൾ, ഇത്തരം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ അവസ്ഥകൾ മാറി മറിയുക എന്ന് നമുക്കറിയില്ലല്ലോ. മറ്റൊരു പ്രാർത്ഥന എന്താ? അലി റളിയല്ലാഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒരു സഹാബി വര്യന്. അലി റളിയല്ലാഹുവിന്റെ അരികില് ഒരു വിമോചന പത്രം എഴുതപ്പെട്ട ഒരു വ്യക്തി വരികയാണ്. അതായത് അടിമ വ്യവസ്ഥയിൽ നിന്ന് ഇത്ര കാലം കൊണ്ട് ഇത്ര പണം അടച്ചാല് രക്ഷപ്പെടാം എന്നുള്ളതാണ് മുഖാത്തബത്ത്, വിമോചന പത്രം. അപ്പൊ അത് കൊടുത്തു വിട്ടാളെ പൈസ ഈ വ്യക്തിക്കില്ല. അലി റളിയല്ലാഹുവിന്റെ അരികിൽ വന്ന് സങ്കടം പറയാണ്. അലി റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു, അലാ ഉഅല്ലിമുക കലിമാത്തിൻ അല്ലംനിഹിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ റസൂല് പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഉണ്ടായി, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അതെങ്ങാനും നീ ചൊല്ലിയാൽ ലൗകാന അലൈക മിസ്ലു ജബലി സീരിൻ, സീർ പർവ്വതത്തിന്റെ അത്ര കട നിനക്കുണ്ടെങ്കിലും അള്ളാഹു ഇത് കൊടുത്തു വിട്ടാൽ നിന്നെ സഹായിക്കുന്ന ഏതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ ഹലാലിൽ എന്നെ മതി വരുത്തണേ. മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥ റബ്ബേ എനിക്ക് നൽകല്ലേന്നാ പ്രാർത്ഥനയുടെ വിവക്ഷ എന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിച്ചോട്ടെ, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സദാ ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, കടക്കണിയിൽ അകപ്പെട്ട് എത്രയും പെട്ടെന്ന് അത് കൊടുത്തു വിട്ടാനുള്ള പണികൾ നമ്മുടെ ഭാഗത്ത് നിന്നാണ്. അതിന് 2 മണിക്കൂർ ഓവർ ടൈം എടുക്കണോ? എടുത്തേ മതിയാകും, അല്ലേ? അതിൽ ഞാൻ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ മാറ്റം വരുത്തണോ? മാറ്റം വരുത്തിയേ മതിയാകൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ തന്നെ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് സഅയുജാദ് എന്ന് പറയും, കഠിന പരിശ്രമം നടത്തണമെന്ന, കടം വീട്ടുന്ന രംഗത്ത് അതിലൊരു അലസത കാണിക്കരുതെന്ന. അത് അത്രയും നമ്മുടെ പരലോകത്തെ ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.